നമസ്കാരം, ഞാൻ മധു ബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, ചില ആഗ്രഹങ്ങൾ സാധിക്കാതിരുന്നിട്ടുണ്ടോ? അതായത് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയും. കാരണം സിമ്പിളായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് ഞാൻ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു റിസോഴ്സായി മാറും. നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ വ്യാഖ്യാനിക്കുകയാണ്. അതിനായിട്ട് എനിക്ക് ഒരു മാലയുടെ സഹായം വേണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാല എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സിംപിളി നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഈ മാല ഞാൻ എടുത്തിട്ട് ഇതിനെ എന്നിലേക്ക് ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇങ്ങനെ അടുപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഞാനൊരു പ്രഷർ കൊടുത്തിട്ട് ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇനി അഥവാ ഞാനത് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ചു പോയി, സംഭവം പോയി. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനിതിനെ എന്നിൽ നിന്ന് തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ മാലയെ എൻ്റെ കൈ മാറ്റി എന്ത് സംഭവിക്കും? തിരിച്ചത് ശക്തമായിട്ട് എന്നിലേക്ക് വരുന്നതായിട്ടും കാണാം. അപ്പോൾ ഞാൻ എന്നിലേക്ക് പിടിച്ച് വെക്കുമ്പോൾ പിടിച്ച് വെച്ച് കൈ എടുത്തു കഴിഞ്ഞാൽ അകന്നു പോകുന്നു. അതുപോലെ ഇതിനെ ഞാൻ അകറ്റി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ശക്തമായിട്ട് അത് എന്നിലേക്ക് വരുന്നതായിട്ടും കാണാം. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നത്, അതായത് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നത്, ആ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും തോറും നമ്മുടെ ലൈഫിൽ നിന്ന് ആ സാധനം അകന്നു പോകാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടുവരും. അപ്പം അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന രണ്ട് കാര്യത്തിലാണ്. ഒന്ന് പണത്തിൻ്റെ കാര്യത്തിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും. ഇതാണല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ സ്വാധീനിക്കുന്ന രണ്ട് ഇമോഷൻസ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഈ പ്രണയബന്ധത്തിലൊക്കെ ആവുന്നവർ ഒക്കെ ആ ഒരു പിടിച്ചു വെക്കാൻ, അത് വേറെ എവിടെയും പോരുത്, എൻ്റെ സ്വന്തമായി നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരു പൊസസീവ്നെസ്സോടുകൂടി അവരിങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതോറും വളരെ നല്ല ബന്ധമാണെങ്കിൽ പോലും കാലക്രമത്തിൽ ചെറിയ കാരണങ്ങളുടെ പേരിൽ അകന്ന് നിൽക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കീ മനസ്സിലായോ എന്താ വേണ്ടതെന്ന്? പണത്തിൻ്റെ കാര്യം തന്നെ. പണം അത്യാവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഭയങ്കരമായി പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പണം കിട്ടാറുണ്ടോ? ഇല്ല, അത് അകന്നു പോവുക, അത് കിട്ടില്ല, ആ എമൗണ്ട് കിട്ടില്ല. കാരണം അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്, അത് കിട്ടിയേ പറ്റൂ എന്നുള്ളതിലൊരു ഫിയർ ഫാക്ടർ ഉണ്ട്. അതാണ് അതിനെ ഹോൾഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു ഫിയറുള്ള ഏത് കാര്യവും അകന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഫിയർ എന്ന് പറയുന്ന സംഭവം മാറുമ്പോൾ അറ്റാച്ച്മെൻറ്റ് മാറും. ഈ പൊസസീവ്നെസ്സിൻ്റെ ഒക്കെ ഉള്ളിലെ യഥാർത്ഥമായ കാര്യം ഒരു ഫിയറാണ്. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള, എവിടെയോ സംഭവിച്ചിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ പേടി അതിനെ പിടിച്ചു വെക്കാനുള്ള ടെൻഡൻസി കൂട്ടും. പണത്തിൻ്റെ കാര്യമായാലും പെണ്ണിൻ്റെ കാര്യമായാലും ആണിൻ്റെ കാര്യമായാലും പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലേ. അപ്പോൾ അത് അകന്നു പോകാനുള്ള സാധ്യത കൂടും. ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് അതിനൊരു പൂ പോലെ വളരെ ലളിതമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ, ഒരു മുൻവിധികളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അൺകണ്ടീഷണലായിട്ട് ഉപാധികളില്ലാതെ നമുക്ക് റിലേഷൻഷിപ്പിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ നോ കോണ്ടാക്ട് റൂളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അത് പ്രധാനം ഈ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളതിനെ വിട്ട് കഴിയുമ്പോഴാണ് അത് ശക്തമായിട്ട് നമ്മളിലേക്ക് വരിക. അതാണ് നമ്മളൊരു കാര്യത്തിനെ നമ്മളിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോഴും അത് ശക്തമായിട്ട് നമ്മളിലേക്ക് വരും. അതാണ് അടുത്ത കാര്യം. ആ മാല തള്ളി മാറ്റിയതിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അതായത് നമ്മളതിനെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മളിന്ന് അകറ്റാൻ, നമ്മളിപ്പം ഒരു ഫോൺ കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം ആയിക്കോട്ടെ, നമ്മുടെ ശത്രുവിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യത്തിനായിക്കോട്ടെ, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കും തോറും അത് ശക്തമായി വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ അതിനെ പോയൊന്ന് ഫേസ് ചെയ്യുമ്പോൾ ആ പ്രശ്നം തന്നെ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് ലൈഫിൽ അങ്ങനെ ഒന്നിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കരുത്. ഇപ്പം
ഈ മദ്യപാനം നിർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ നിർത്തണം എന്നുള്ള ആഗ്രഹം ഭയങ്കര, സിഗരറ്റ് വലിയാലും മദ്യപാനം നിർത്തണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ചില ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മാറാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവർ അതിനെ തട്ടി മാറ്റാൻ ശ്രമിക്കും തോറും അത് ശക്തമായിട്ട് നമ്മളിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അതിപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അതിനെ ഫേസ് ചെയ്യുക, ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യുക. അപ്പോൾ ഭയം പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് ധൈര്യം. ഈ ധൈര്യം, അതായത് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള ആ ഒരു മാനസിക ധൈര്യമാണ് നിങ്ങളെ കൂടുതലധികം എന്താക്കുന്നത്, കൂടുതൽ വേഗത്തിൽ അതിൽ നിന്ന് നിങ്ങൾ അകലാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് എന്ത് ചെയ്യും? ഫേസ് ചെയ്യും. പ്രശ്നത്തിന് ഒളിച്ചോടില്ല, പ്രശ്നത്തിനെ തട്ടി മാറ്റാൻ നോക്കില്ല, അവർ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കും. ആ പ്രശ്നത്തിൽ നിന്ന് അവർ അതിനെ അഭിമുഖീകരിച്ച് വിജയിക്കുന്ന ആളായി മാറും, വിന്നേഴ്സായി മാറും. അതാണ് ചരിത്രം. അപ്പോൾ 2 കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറ്റാച്ച്മെൻറ്റോടുകൂടി ഒന്നിനെ നമ്മൾ ഏത് കാര്യത്തിന് സംശയത്തോടെയും ഭയത്തോടെയും പേടിയോടെയും കൂടി പിടിച്ചു വെക്കുന്നോ അത് നമ്മൾ അകന്നു പോയിക്കും, നമ്മൾ നിൽക്കില്ല. അതുപോലെ എന്ത് കാര്യമാണോ നമ്മൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിനെ ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഒളിച്ചോടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അത് ശക്തമായി തിരിച്ചു വരും. ഇത്രയും കാര്യം, ഈ 2 കാര്യം വ്യക്തമായി മനസ്സിലായ ആൾക്കാർക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ.